ലുലു മാളിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാരുമില്ല അല്ലേ? അതുപോലെ തന്നെ യൂസുഫ് അലി സാറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് സർക്കിളിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അവരുടെ കോൺവെർസേഷൻ? അവരെന്തായിരിക്കും സംസാരിക്കുക? അവരുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടുതൽ പറയുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഇനി നിങ്ങൾ ആ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആളാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ കേൾക്കാമെന്നറിയാമോ? നല്ല നല്ല ആശയങ്ങൾ, പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ്, പുതിയ പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള തോട്ട്സ്, പുതിയ നിരീക്ഷണങ്ങൾ, ടെക്നോളജിക്ക് ഉണ്ടാകുന്ന അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും, ഗ്രോത്തിനെ കുറിച്ച് മാത്രമായിരിക്കും അവിടെ ഡിസ്കഷൻ ഉണ്ടാകുക. നമ്മളുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എങ്ങനെയുള്ള ആളുകളാണെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ചില വ്യക്തികളുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതായത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ അവരുടെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് അറിയാതെ പകരും അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യും. യൂസുഫ് അലി സാറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലാണെങ്കിലും അദ്ദേഹം മറ്റുള്ളവരോട് സഹകരിക്കുന്ന ആ ഒരു കൊടുക്കുന്ന ഒരു എനർജി ആണെങ്കിലും വളരെ ഹൈ വൈബുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ട് അല്ലെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന, നമ്മൾ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം നമ്മുടെ ലൈഫിലും ഉണ്ടാകും.